ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു ചക്ക ഐസ്ക്രീം ഉണ്ടാക്കാം. നല്ലപോലെ പഴുത്ത കുറച്ച് ചക്ക ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഫ്രീസ് ചെയ്ത് വെച്ച നല്ല പഴുത്ത ചക്കയാണ്. മുഴുവൻ ചക്ക ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് ചക്ക നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഇതിലോട്ട് ഒരു 300 മില്ലി പാല് അതൊഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഈ ചക്ക അടിച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് നല്ല തിളപ്പിച്ച് ആറിയ പാലാണ്. പച്ചപ്പാൽ വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 500 ml ഡബിൾ ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ അടിച്ചെടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ അടിക്കുന്ന പോലെ അത്രയും തിക്കായിട്ട് അടിക്കണ്ട, എന്നാലൊരു മീഡിയം തിക്നെസ്സിൽ നമുക്കിത് അടിച്ചെടുക്കാം. നമ്മുടെ ക്രീം ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ ഐസ്ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ശരിയാവത്തില്ല. അതുകൊണ്ട് ഈ ഒരു തിക്നെസ്സിൽ ഇത് അടിച്ചെടുക്കാവുള്ളൂ. അടുത്തായിട്ട് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, അത് മധുരത്തിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മുടെ ചക്ക നല്ല പഴുത്ത ചക്കയാണ്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ചക്കയാണ്. സോ നിങ്ങളുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ അരച്ചെടുത്ത ചക്ക ഈ വിപ്പിംഗ് ക്രീം അടിച്ചതിലോട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡബിൾ ക്രീം. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന കുറച്ച് ലംസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പം നല്ലപോലെ പേസ്റ്റ് ആക്കി വേണമെങ്കിലും എടുക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ല സ്മൂത്തായിട്ട് വരും. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നും കൂടെ ഒരു 3-4 മിനിറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയും ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ, അതാണ് ബെറ്റർ, ഫ്രീസർ വയ്ക്കാൻ വേണ്ടി ഒരു കണ്ടെയ്നർ എടുക്കുക. ഇനി നമ്മുടെ മിക്സ് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് പഴുത്ത ചക്ക മാറ്റി വെച്ചില്ലേ, അതൊന്ന് മിക്സിക്കകത്തോട്ട് ഒന്ന് കറക്കിയിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടോ ഇതിൻ്റെ മേളിൽ നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് മുങ്ങിയൊക്കെ പോകും. ഇറ്റ്സ് ഓക്കെ, അതൊരു കടിക്കാനായിട്ട് കുറച്ച്. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. നമുക്കിനി ഇതൊരു 4 മണിക്കൂറെങ്കിലും ഫ്രീസർ വെച്ചിട്ട് നല്ലപോലെ നമുക്ക് തണുപ്പിച്ച് അത് ഫ്രീസ് ചെയ്തെടുക്കണം. നീണ്ട 4 മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീം സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇനി ഇത് സ്കൂപ്പ് ചെയ്ത് നോക്കിയാലോ. നല്ല അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ, അതായത് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളങ്ങനെ ചേർത്തിട്ടില്ല. നല്ല സൂപ്പർ ഹോം മെയ്ഡ് ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ, താങ്ക് യു.